സ്റ്റുഡൻസ് ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ സീരീസ് ആണ്. മാത്സിലെ ബൈനോമിയൽ സീരീസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിൽ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തായാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അത്രയേ ഉള്ളൂ, ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും എക്സാമിന്. അപ്പോൾ ബൈനോമിയൽ സീരീസിൽ നമുക്ക് വളരെ ചുരുക്കം ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ, വളരെ ചെറിയൊരു ടോപ്പിക്കാണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ടാണ്. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു റോ നമ്മൾ ആദ്യം 1 എഴുതും, പിന്നീട് 1 1 എഴുതും, പിന്നീട് ആ 1 തന്നെ റിപ്പീറ്റ് ചെയ്ത് സൈഡിലേക്ക് എഴുതും. ആൻഡ് ദെൻ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഈ 1ഉം ഈ 1ഉം ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ മിഡിൽ ടേം ആക്കി എഴുതുക. ആൻഡ് ദെൻ വി വിൽ റിപ്പീറ്റ് ദ സെയിം സൈഡ് 1. ഇനി അടുത്ത റോ എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 1 തന്നെ റിപ്പീറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഈ 2 ടേമും ആഡ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഇവിടെ എഴുതും. അടുത്ത 2 ടേം ആഡ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഇവിടെ എഴുതും. ഇവിടെ 1+0 അല്ലെങ്കിൽ 1+ എന്ന് ചെയ്യാനായിട്ട് റിസൾട്ട് ഒന്നും ഇല്ലാത്തത് കാരണം ആ സെയിം 1 തന്നെ തിരിച്ച് താഴേക്കിടും. നിങ്ങൾ അറിയുന്ന കാര്യമായിരിക്കും, സിമ്പിളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണ്. അപ്പം എഗെയിൻ ഇവിടെ ആഡ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കാരണം 1 തന്നെ റിപ്പീറ്റ് ചെയ്ത് താഴത്തേക്ക് ഇട്ടു. ഇനി അടുത്ത 2 ടേംസ് ആഡ് ചെയ്ത് 1+3 ആഡ് ചെയ്ത് റിസൾട്ട് ഇവിടെ എഴുതി. 3+3 ആഡ് ചെയ്ത് റിസൾട്ട് 6 എഴുതി. ആൻഡ് 3+1 4 ആൻഡ് 1+0 അഗെയിൻ 1. സോ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ 1 എന്നുള്ളത് വെച്ച് റിപ്പീറ്റഡ് അഡീഷൻ വഴി കൺസ്ട്രക്ട് ചെയ്ത് പോകുന്ന ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ എൻറ്റിറ്റിയാണ് ഈ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇൻ ജനറൽ നമുക്ക് പറയാം, നമ്മളൊരു a+x⁴n എന്നുള്ള എക്സ്പാൻഷൻ, അത് എന്തും തന്നെ ആയിക്കോട്ടെ, a+x⁴n എന്നുള്ളൊരു എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ ഈ ഒരു പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ nth റോയിൽ നിന്നും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ആ nth റോയിലുള്ള ഡിജിറ്റ്സ് ആയിരിക്കും a+x⁴n എന്നുള്ള എക്സ്പാൻഷനിൽ വരുന്ന കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇഫ് ആൻ എക്സ്പാൻഡിങ് ലൈക്ക് a+x⁴2, ദെൻ അവിടെ n എന്നുള്ളത് 2 ആയി മാറി അല്ലേ. അപ്പോൾ സെക്കൻഡ് റോയിലുള്ള കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ റോ 2 നോക്കിയാൽ മതി. 1 2 1 ആയിരിക്കും അതിൻ്റെ കോഎഫിഷ്യൻസ്. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള 2 എക്സ്പാൻഷൻസ് ആണ് a+b² a-b² അല്ലേ. a+b² we know that is equal to a² + 2ab + b². ഈവൻ ദിസ് എക്സ്പാൻഷൻ, ആ ഒരു എക്സ്പാൻഷനും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞ a+x⁴n എന്നുള്ള ആ ഒരു ഇക്വേഷനിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷനിലേക്കാണ് നമുക്ക് ഇതും പോയിന്റ് ചെയ്യാൻ സാധിക്കുക. ഇതും അതേപോലത്തെ ഒരു എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പം ഇവിടെ n എന്നുള്ളത് 2 ആണ്, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ റോ നോക്കണം. അവിടെ രണ്ടാമത്തെ റോയിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 2 1 ആണ്. സോ അത് തന്നെയായിരിക്കും നമ്മുടെ ടോട്ടൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പാൻഡഡ് ഫോമിലുള്ള ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കോഎഫിഷ്യൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേരിയബിളിനെ മൾട്ടിപ്ലൈ ചെയ്ത് നിൽക്കുന്ന ടേമാണ്. വേരിയബിൾസ് അതങ്ങനെ സ്ക്വയർ ചെയ്തും മൾട്ടിപ്ലൈ ചെയ്തും പോകും, ബട്ട് ദ കോഎഫിഷ്യൻസ് വിൽ ബി 1 2 ആൻഡ് 1, റൈറ്റ്, വിച്ച് ഇസ് എക്സാക്ട്ലി വിച്ച് ഇസ് ഒബ്റ്റെയിൻ ഫ്രം അവർ പാസ്കൽസ് ട്രയാങ്കിൾ 1 2 1 ആസ് ദ സെക്കൻഡ് റോ ഇൻഡിക്കേറ്റ്സ്. അതേപോലെ a-b² ആണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഇട്ട് പോകണം. അപ്പം അതിനകത്ത് വാല്യൂ ഓഫ് കോഎഫിഷ്യൻസ് വിൽ ബി ദ സെയിം, ദാറ്റ് വിൽ ബി 1 2 ആൻഡ് 1. അതേപോലത്തെ 2 എക്സ്പാൻഷൻസ് ആണ് a+b² a-b³ അല്ലേ. അപ്പം a+b³ ചെയ്യുമ്പോൾ നമ്മുടെ കോഎഫിഷ്യൻസ് നോക്കുക 1 3 3 ആൻഡ് 1 അല്ലേ. സോ a+b³ ആണെങ്കിൽ n 3 ആണ്. സോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ റോയിലേക്ക് നോക്കുക. മൂന്നാമത്തെ റോയിലുള്ള വാല്യൂസ് 1 3 3 1 ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ എക്സ്പാൻഷനകത്ത് വന്നിരിക്കുന്ന കോഎഫിഷ്യൻസും 1 3 3 ആൻഡ് 1. ഓക്കെ, സോ ഇനി ബൈനോമിയൽ സീരീസ് എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻസ് എങ്ങനെയാണ് നമുക്ക് ജനറലി എഴുതാൻ പറ്റുക, എത്ര കോഎഫിഷ്യൻസ് വരെ പോവും, അല്ലെങ്കിൽ എത്ര പവർ ഓഫ് വേരിയബിൾസ് വരെ പോവും, എങ്ങനെയാണ് നമുക്കതിനെ കംപ്ലീറ്റ്ലി എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുക ഒരു a+x⁴n എന്നുള്ള ഫോമാറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ തന്നെ a-b³ വേർഷനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്ലസ് മൈനസ് എന്നുള്ള ടേം ആൾട്ടർനേറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. ആ പവർ അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് പോയാൽ മതി, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. ആൻഡ് ദ കോഎഫിഷ്യൻസ് വിൽ ബി 1 3 3 ആൻഡ് 1. അപ്പം ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള 2 എക്സ്പാൻഷൻസ് ആണ്
അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് എക്സ്പാൻഷൻസ് ആണ് ഇനി പറയാനുള്ളത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബും എ ക്യൂബ് മൈനസ് ബി ക്യൂബും. നമ്മുടെ ബൈനോമിയൽ സീരീസിൽ വരുന്നത് അല്ലെങ്കിൽ കൂടെ നമുക്ക് ഏതെങ്കിലും മാത്സിൽ എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ, ഈവൻ ഇൻ ട്രിഗണോമെട്രി അല്ലെങ്കിൽ നമ്മുടെ മെട്രിക്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കാനുള്ള രണ്ട് ഫോർമുലാസ് ആണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബും എ ക്യൂബ് മൈനസ് ബി ക്യൂബും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ളത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ളത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ്. സോ ആ ചേഞ്ച് നോട്ട് ചെയ്ത് പഠിക്കുക. എവിടെയാണ് ആ നെഗറ്റീവ് സൈൻ വരുന്നുള്ള ചേഞ്ച് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇനി 3 വേരിയബിളിൻ്റെ എക്സ്പാൻഷൻ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ അതേ മോഡൽ തന്നെയാണ് എക്സ്പാൻഷൻ. പക്ഷേ ഇവിടെ നമ്മുടെ 3 വേരിയബിളിനെയും സ്ക്വയർ ചെയ്യണം, പ്ലസ് ട്വൈസ് നമ്മുടെ എല്ലാ വേരിയബിളിൻ്റെയും പ്രൊഡക്റ്റ് കോമ്പിനേഷൻ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഓക്കെ, ഇനി അതേപോലെ രണ്ട് അപ്രോക്സിമേഷൻസ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. നമ്മളൊരു 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്നുള്ള എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ, 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്നുള്ള എക്സ്പാൻഷൻ ചെയ്യുമ്പം എൻ എന്നുള്ളത് എത്ര വലിയ വാല്യൂ ആണെങ്കിലും നമുക്ക് എക്സ് എന്നുള്ളത് നിയർ ടു 0 ഉള്ളൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, നിയർ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 0.1, 0.01, 0.2, 0.02 അത്തരത്തിലുള്ള വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്നുള്ളതിനെ 1 പ്ലസ് എൻ എക്സ് എന്നുള്ള ഒരു ടേമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ചില വാല്യൂസൊക്കെ വളരെ ലാർജ് ആയിട്ടുള്ള എൻ വാല്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില വാല്യൂസ് ഇക്വേഷൻസ് അതിന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം. അറ്റ്ലീസ്റ്റ് ചോയ്സിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കാനായിട്ടെങ്കിലും നമുക്ക് ഈ ഒരു അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം. സോ ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഇസ് നിയർ ടു 0, okay, or a very small value, then 1 plus x whole raised to n can be approximated as 1 plus nx. അതേപോലെ അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 1 by 1 plus x whole raised to n can be almost approximated as 1 minus nx. അതിലും x near to 0 ആയിരിക്കണം. So 1 by 1 plus x whole raised to n can be approximated as 1 minus nx. So ഇത് തന്നെയാണ് ഈ 1 by 1 plus x whole raised to n തന്നെയാണ് 1 plus x whole raised to minus n. നോട്ട് ചെയ്യുക, 1 plus x whole raised to minus n തന്നെയാണ് ഇത്. അതിനെ നമുക്ക് 1 minus nx ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇനി വരുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ആ ബൈനോമിയൽ സീരീസ് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ജനറൽ ബൈനോമിയൽ എക്സ്പാൻഷൻ എങ്ങനെയാണ് ചെയ്യുക. സോ അതിനകത്ത് എ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്നുള്ള എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എ, വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എക്സ്, വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എൻ, ഹൗ ടു എക്സ്പാൻഡ് സച്ച് എ കോമൺ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഈ ഒരു ടേം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡൺ. അപ്പോൾ അതിനെ ഓർത്ത് വെക്കാനുള്ള ചില ഐഡിയാസ് പറഞ്ഞുതരാം. ഇത് അതേപടി അങ്ങോട്ട് കാണാപ്പാടം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം ഇതിൽ സി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോബബിലിറ്റിയിൽ വരുന്ന കോമ്പിനേഷനാണ്. ഓക്കെ, കോമ്പിനേഷൻ ടേമാണ് സി, കേട്ടിട്ടുണ്ടാവും. അപ്പം അതിനകത്ത് എൻ സി ആർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോമ്പിനേഷനാണ്. നമ്മുടെ എൻ എന്നുള്ളൊരു വാല്യൂ ആർ ടൈംസ് എത്ര നമുക്ക് പല പല കോമ്പിനേഷൻസിൽ എഴുതാമെന്നുള്ളതാണ് എൻ സി ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ആൻഡ് അതേപോലെ തന്നെ വേറൊരു എക്സ്പാൻഷൻ അതിനുള്ളതാണ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു എൻ മൈനസ് ആർ പ്ലസ് 1 ടേംസ് ആണിത്. ഓർത്ത് വയ്ക്കുക, എൻ മൈനസ് ആർ പ്ലസ് 1 ടേംസ് ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. അപ്പോൾ അതൊരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പാൻഷൻ കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷനിൽ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാല്യൂ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ ബൈനോമിയൽ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണത്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിനകത്ത് നോക്കാം, നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരാം. എ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്നുള്ളതിൽ നമ്മൾ ആദ്യം എക്ക് അതിൻ്റെ മാക്സിമം പവർ കൊടുക്കുക. ഓക്കെ, സോ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എൻ, അതായിരിക്കും ഈ ഒരു ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ. ഇപ്പം സി 100 ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു 100, അല്ലെങ്കിൽ 99 ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു 99. സോ ഫസ്റ്റ് ടേമിന് മാക്സിമം പവർ കൊടുക്കുക, സെക്കൻഡ് ടേമിന് മിനിമം പവർ കൊടുക്കുക. സെക്കൻഡ് ടേമിന് മിനിമം പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ എ ഇൻറ്റു എക്സ് റേസ് ടു 0 അല്ലെങ്കിൽ എ റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 0 1 ആയതുകൊണ്ട് നിങ്ങൾ ആ ടേം അവിടെ എഴുതേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് ടേം മാക്സിമം പവർ പ്ലസ് എൻ സി 1.
ഓക്കെ, സോ ഈ ഒരു ടേം ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് NC0 ആണ്, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, 1 ആണ്. സോ NC1, NC2, NC3 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഡൺ അപ് ടു വാട്ട് NN എന്നുള്ള വരെ, അല്ലെങ്കിൽ 1 ആവുന്ന ഒരു പോയിന്റ് വരെ ആ ഒരു കോമ്പിനേഷൻ ടേം റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഡൺ. സോ ഫസ്റ്റ് ടേമിൽ NC0 ആണ്, സോ ദാറ്റ് ഇസ് 1. ആൻഡ് ലാസ്റ്റ് ടേമിൽ NCN ആണ്, അതും ഈക്വൽ ടു 1 ആണ്. സോ അത് രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് NC1, NC2, NC3 അപ് ടു NCN-1 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഡൺ. സോ അതും ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. ഇനി അടുത്ത വേരിയബിളുടെ പവർ എഴുതുമ്പോൾ ആദ്യം A⁻n പവർ ഒരെണ്ണം കുറയ്ക്കുക. ആ ഒരെണ്ണം കുറച്ചത് ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ എക്സ് എന്നുള്ള വേരിയബിളിന് ഒരു പവർ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ എ എന്നുള്ളത് മാക്സിമം പവർ A⁻n ആദ്യം എഴുതി. രണ്ടാമത്തെ ടേം എത്തിയപ്പോൾ ആ മാക്സിമം പവറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്തു. പകരം എക്സ് എന്നുള്ള രണ്ടാമത്തെ വേരിയബിളിൻ്റെ ഒരു പവർ കൊടുക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ ടേമിലേക്ക് പോകുമ്പോൾ ആ എയുടെ മാക്സിമം പവറിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്തു. പകരം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എക്സിൻ്റെ പവർ ഒന്നുകൂടി കൂട്ടി. ഡൺ. ഇനി അതേപോലെ നാലാമത്തെ ടേമിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? n-3 ആവും, x³ ആവും. റൈറ്റ്. ആൻഡ് ഇഫ് യു ഗോ ഓൺ ലൈക്ക് ദാറ്റ് ഇൻ ദ സെയിം പാറ്റേൺ, അതിൻ്റെ ലാസ്റ്റ് ടേമിന് മുന്നേയുള്ള ടേം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി NCn-1. എ എന്നുള്ളത് അതിൻ്റെ പവർ കുറഞ്ഞ് അത് 1ലേക്ക് എത്തിയിട്ടുണ്ടാവും. റൈറ്റ്. ആൻഡ് x⁻n-1 അതായിരിക്കും എക്സ് എന്നുള്ളതിൻ്റെ പവർ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ലാസ്റ്റ് ടേം എത്തുമ്പോഴേക്കുള്ള എക്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി x⁻n-1. ആൻഡ് ഫൈനൽ ടേം വിൽ നോട്ട് കണ്ടെയ്ൻ എ ബിക്കോസ് A⁻0 ആയിരിക്കണം. കാരണം എൻ്റെ പവർ കുറഞ്ഞ് വരികയാണ്, എക്സിൻ്റെ പവർ കൂടി വരികയാണ് അല്ലേ. എക്സിൻ്റെ പവർ കൂടി അതിൻ്റെ മാക്സിമം വാല്യൂ ആയ n-ലേക്ക് എത്തുമ്പം എ എന്നുള്ള ടേമിൻ്റെ power that will be equal to 0. So A⁻0 is 1. So you needn't write that there, and the final term will be x⁻n. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. എന്നാൽ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങോട്ട് മഗപ്പ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ടേം ഇസ് മാക്സിമം പവർ ഓഫ് എ, ലാസ്റ്റ് ടേം ഇസ് മാക്സിമം പവർ ഓഫ് എക്സ്, അല്ലെങ്കിൽ സെക്കൻഡ് വേരിയബിൾ. ആൻഡ് ഇൻ ബിറ്റ്വീനുള്ള ടേം എഴുതുമ്പം എയുടെ പവർ ഒരെണ്ണം കുറയ്ക്കുമ്പം എക്സിൻ്റെ പവർ ഒരെണ്ണം കൂട്ടും, എയുടെ പവർ 2 എണ്ണം കുറയ്ക്കുമ്പം എക്സിൻ്റെ പവർ 2 ആയിട്ട് കൂട്ടും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. Okay, and the coefficients you can take it either from the Pascal's triangle or using combination NC1, NC2, NC3 etc. Pascal's triangle ഒന്നും എടുക്കാം, no issue. ബട്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം നമ്മൾ വലിയ എക്സ്പാൻഷൻസ് എഴുതി പോകുമ്പോൾ നമ്മുടെ Pascal's triangle അങ്ങനെ വലുതാക്കി എഴുതി പോകണം. If you are comfortable with that, no issue, you can take that coefficients from there. Otherwise NC1, NC2, NC3 എന്നുള്ള കോമ്പിനേഷൻ ടേമിൽ നിന്നും എടുത്തെടുത്ത് പോവാം. ഓക്കെ, ഇനി A+x⁻n-നും A-x⁻n-നും ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ടേംസും പോസിറ്റീവ് ആയിരിക്കും. A-x⁻n ആണെന്നുണ്ടെങ്കിൽ ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, അങ്ങനെ ആൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ഓഫ് ദ സെയിം എക്സ്പാൻഷൻ A+x⁻n. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളത് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഐഡിയക്കാണ് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് ഡെപ്തിലൊന്നും അങ്ങനത്തെ ബൈനോമിയൽ സീരീസിൻ്റെ അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ആവശ്യമില്ല. ഡൺ. ഇനി ബൈനോമിയൽ സീരീസ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NCR ആ കോമ്പിനേഷൻ എന്നുള്ളതിനെ നമ്മൾ ഈ ഒരു സ്മോൾ ബ്രാക്കറ്റ്സിനകത്ത് NR എന്നിട്ടാണ് ഉദ്ദേശിക്കുന്നത്. NCR തന്നെയാണ്. ഈ രീതിയിലും എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കിങ്ങനെ നോക്കാം. 1+x⁻n. ഓക്കെ, 1+x⁻n ഈ തരത്തിലുള്ള അല്ലെങ്കിൽ എക്സ്പാൻഷനെയാണ് നമ്മൾ ബൈനോമിയൽ സീരീസ് എന്ന് വിളിക്കുക. 1+x⁻n എന്നുള്ളതിന് എഴുതാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 1 എന്നുള്ള ടേം ആദ്യം എഴുതി. 1+ എന്നുള്ള ടേം അല്ലെങ്കിൽ 1 എന്നുള്ള സ്റ്റാർട്ടിംഗ് ടേം അതിന് മാക്സിമം പവറായി n കൊടുത്തു. 1⁻n എന്നുള്ളത് എത്ര ടൈംസ് നിങ്ങൾ 1 റേസ് ചെയ്താലും ആൻസർ 1 തന്നെയാണ്. സോ 1 കൊടുത്തു. രണ്ടാമത്തെ വേരിയബിളായ എക്സിന് പവർ ഒന്നുമില്ല. ഓക്കെ, അവിടെ കോഎഫിഷ്യൻസും ഒന്നുമില്ല, കാരണം നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ NC0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ അവിടെ കോഎഫിഷ്യൻ്റ് ഒന്നും എഴുതണ്ട. രണ്ടാമത്തെ ടേം എടുത്ത് എഴുതുമ്പോൾ ഇത്തരത്തിലാണ് എക്സ്പാൻഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1+ എന്നുള്ള മോഡലാണ് എക്സ്പാൻഷൻ വരുന്നതെങ്കിൽ രണ്ടാമത്തെ ടേം എടുത്ത് എഴുതുമ്പോൾ ഇവിടെ R എന്നുള്ളത് 2 ആയിരിക്കും. ഓക്കെ, കാരണം NCR എന്നുള്ളതിൽ R എന്നുള്ളത് 1 ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു എക്സ്പാൻഷനകത്ത് രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ NC1 ആണല്ലേ. സോ വിച്ച് മീൻസ് R ഇസ് ഈക്വൽ ടു 1. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷനകത്ത് ഉണ്ടാവേണ്ട ടേം എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഫസ്റ്റ് ടേം ഫ്രം ഹിയർ. ഇവിടെ R 1 ആണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
മുകളിലുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ടേം മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ്. സോ ഇഫ് ആർ ഇസ് 1 ടേക്ക് 1 ടേം ഫ്രം ഹിയർ, ഇഫ് ആർ ഇസ് 2 ടേക്ക് 2 ടേംസ് ഫ്രം ഹിയർ, ഇഫ് ആർ ഇസ് 3 ടേക്ക് 3 ടേംസ് ഫ്രം ഹിയർ. അതാണ് ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു എക്സ്പാൻഷൻ്റെ എളുപ്പം എന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ദ സെക്കൻഡ് ടേമിനകത്ത് R1 ആണ്. സോ ഒരു n കൊടുത്തു. ഇനി രണ്ടാമത്തെ ടേം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഷൻ്റെ 2 ടേമുകൾ ന്യൂമറേറ്ററിൽ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, 1 എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി 1. എത്ര പവർ എടുത്താലും എക്സിൻ്റെ പവർ എന്ത് ചെയ്തു, ഒരെണ്ണം ഇൻക്രീസ് ചെയ്തു. ഇവിടെ ആദ്യത്തെ പവർ കൊടുത്തു എക്സിൻ്റെ ടേം, ഇവിടെ രണ്ടാമത്തെ പവർ കൊടുത്തു. ഇനി നാലാമത്തെ ടേം എഴുതുമ്പം r is equal to 3 there. സോ ഇഫ് r is 3 നമ്മൾ ഈ കാണിച്ച എക്സ്പാൻഷനിൽ 3 ടേം എഴുതുക. ഡൺ ആൻഡ് ഗീവ് ദ പവർ ഓഫ് എക്സ് ആസ് 3. ഡൺ ആൻഡ് സോ ഓൺ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് n യു ക്യാൻ കണ്ടിന്യൂ ദ എക്സ്പാൻഷൻ. ഓക്കെ. ആൻഡ് അതേപോലെ 1 + x ഹോൾ റേസ് ടു -1 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് 1/1 + x എന്ന് എഴുതാം. 1/1 + x അല്ലെങ്കിൽ 1 + x ഹോൾ റേസ് ടു -1 എന്ന് എഴുതാം. അതിൽ നമുക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾട്ടർനേറ്റ് ടേംസിൽ +- അങ്ങനെ സപ്ലൈ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. ആൻഡ് എന്നിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ +- എന്നുള്ള ടേം നമുക്ക് അവിടെ ആൾട്ടർനേറ്റീവ്ലി കിട്ടുക. സോ ഇൻ ദിസ് എക്സ്പാൻഷൻ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് -1 you will get this answer. അതേപോലെ 1 + x ഹോൾ റേസ് ടു -2 ചെയ്യുമ്പോൾ ഈ എക്സ്പാൻഷനകത്ത് എന്നിന് എന്ത് ചെയ്യുക, നമ്മൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ എക്സ്പാൻഷൻ കിട്ടും. സോ ഇഫ് പോസിബിൾ യു ഷുഡ് ലേൺ 1 + x ഹോൾ റേസ് ടു -1 ആൻഡ് 1 + x ഹോൾ റേസ് ടു -2. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ 2 എക്സ്പാൻഷൻസ് മിക്കവാറും ആവശ്യമായിട്ട് വരും. ഓക്കെ. ഇനി ഈ സീരീസിൻ്റെ കൺവേർജൻസ് എങ്ങനെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺവേർജൻസിന് വേണ്ട 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരീസ് എവിടെ പോയി എൻഡ് ചെയ്യണം അല്ലെങ്കിൽ എത്ര വേഗത്തിൽ എൻഡ് ചെയ്യും എന്നുള്ളത് കാണിക്കുന്ന 3 കേസസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അതിനകത്ത് നമ്മുടെ 1 + x ഹോൾ റേസ് ടു n എന്നുള്ള ആ ഒരു എക്സ്പാൻഷനകത്ത് x എന്നുള്ളത് ക്ലോസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ സീരീസ് എന്നുള്ളത് പെട്ടെന്ന് കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് അത് പെട്ടെന്ന് എൻഡ് ചെയ്യും. അതേപോലെ x എന്നുള്ളത് 0ക്ക് അത്ര ക്ലോസ് അല്ല, ബട്ട് അല്ലെങ്കിൽ ഇൻസൈഡ് ദ ഇൻ്റർവെൽ -1 <x <1 ആണെന്നുണ്ടെങ്കിൽ സീരീസ് എന്നുള്ളത് സ്ലോ ആയിട്ട് കൺവേർജ് ചെയ്യും. ഒരുപാട് ടേംസ് ഉണ്ടെങ്കിലും പതുക്കെ അത് കൺവേർജ് ചെയ്യും. ഇനി അതല്ല മൂന്നാമത്തെ കേസ്, x ഔട്ട്സൈഡ് ഈ പറയുന്ന ഇൻ്റർവെൽ ആണെന്നുണ്ടെങ്കിൽ -1 <x <1 എന്നുള്ള ഇൻ്റർവെല്ലാണ് വരുന്നതെങ്കിൽ ആ സീരീസ് ഉള്ളത് കൺവേർജ് ചെയ്യില്ല, അല്ലെങ്കിൽ ദാറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് എ ഇൻഫിനിറ്റ് ചെയിൻ. അത്തരത്തിൽ നമുക്ക് ഒരു ബൈനോമിയൽ സീരീസിന് ആവശ്യമില്ല, എങ്കിൽ ദാറ്റ് ബൈനോമിയൽ സീരീസ് ഇസ് ആക്ച്വലി യൂസ്ലെസ്. ഇനി നമുക്ക് 2 പ്രോബ്ലംസ് നോക്കാം. നമ്മൾ ആ പറയുമ്പോൾ ഉള്ള ഒരു കോംപ്ലക്സിറ്റി ഉള്ളൂ. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഐഡിയയിൽ ചെയ്താൽ മതി. നമുക്ക് വേണ്ട ആൻസർ കിട്ടാനായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ ആ ഒരു എക്സ്പ്രഷനെ മാറ്റിയെടുത്ത് ചെയ്താൽ മാത്രം മതി, നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. സോ ടേം കണ്ടെയ്നിങ് ഒരു ക്വസ്റ്റൻ ആണ്. ടേം കണ്ടെയ്നിങ് x⁻8 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 2x + 1/2x ഹോൾ റേസ് ടു 20 years. ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇത് ലാസ്റ്റ് ടൈം നമ്മുടെ ലെക്ചറർ പോസ്റ്റിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. ടേം കണ്ടെയ്നിങ് x⁻8 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 2x + 1/2x ഹോൾ റേസ് ടു 20 years. നിങ്ങൾക്കിത് ഒരുപാട് രീതിയിൽ ചെയ്യാം. ഈ എക്സ്പാൻഷൻ ഞാൻ നേരത്തെ കാണിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. അതല്ല ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ട് നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് അതിലൊന്ന് സിംപ്ലിഫൈ ചെയ്തും ചെയ്യാം. ഡൺ. അപ്പോൾ ഇതിൽ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയും x എന്ന് പറയുന്ന വേരിയബിളാണ്, ഇവിടെയും x എന്ന് പറയുന്ന വേരിയബിൾ തന്നെയാണ്. അതായത് a എന്നുള്ളതും x എന്നുള്ളതും ഓൾമോസ്റ്റ് ഒരു സെയിം ക്വാണ്ടിറ്റി പോലെ നിൽക്കുന്ന ഒരു ഇക്വേഷനാണത്. ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് പവർ 20 റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ അതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, 2x എന്നുള്ളതിന് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് തൽക്കാലത്തേക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് എളുപ്പമാകാൻ വേണ്ടിയിട്ട്. സോ ആ എക്സ്പ്രഷൻ ഒന്ന് ചെറുതായി, അല്ലെങ്കിൽ കാഴ്ചക്കെങ്കിലും ഒന്ന് ചെറുതായി a + 1/a ഹോൾ റേസ് ടു 20 എന്നാവും. ഇതല്ല നിങ്ങൾക്ക് ഈ രീതിയിൽ വെച്ച് തന്നെ ചെയ്യണമെങ്കിലും ചെയ്യാം, നോ ഇഷ്യൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് x⁻8 എന്നുള്ള ടേം ഓക്കെ എവിടെയാണ്, അല്ലെങ്കിൽ ടേം കണ്ടെയ്നിങ് x⁻8 എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രാമത്തെ ടേമിലാണ് നമ്മുടെ x⁻8 എന്നുള്ള പവർ വരിക ഈ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഇപ്പം നോർമലി x⁻8 എന്നുള്ള പവർ വരേണ്ടത് നമ്മുടെ 9th ടേമിലാണ്. ഓക്കെ.
കാരണം അപ്പോഴാണ് ആ എക്സ് റേസ് ടു 8 എന്നുള്ള പവർ അവിടെ കറക്റ്റായിട്ട് വരിക. കാരണം ഫസ്റ്റ് ടേമിൽ എക്സിൻ്റെ പവർ 0 ആണ്, സോ എക്സിൻ്റെ പവർ ഇല്ല. സെക്കൻഡ് ടേമിൽ 1 ആണ്, തേർഡ് ടേമിൽ 2 ആണ്. അങ്ങനെ നോക്കുമ്പോൾ 9th ടേമിലാണ് എക്സ് റേസ് ടു 8 വരേണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സിൻ്റെ പവർ ഇവിടെ വരുമ്പോൾ രണ്ടാമത്തെ എക്സിൻ്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പവറും ഈ പവറും തമ്മിൽ ക്യാൻസൽ ഔട്ട് ആവും. അല്ലെങ്കിൽ എ ബി എടുക്കുമ്പോൾ എയിലും ബിയിലും എക്സ് ഉള്ളത് കാരണം ദർ വിൽ ബി സം എക്സ് പവർ വിച്ച് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയേ പറ്റൂ. നമുക്ക് ബ്ലാങ്ക് ആയിട്ട് എത്രാമത്തെ ടേമിലാണ് എക്സ് റേസ് ടു 8 എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ആൻഡ് മാത്രമല്ല നമുക്കിവിടെ കോഎഫിഷ്യൻസിൻ്റെ ആവശ്യമില്ല. അതായത് ഓരോ പ്രൊഡക്റ്റ് ടേമിൻ്റെയും ഒപ്പം നിൽക്കുന്ന കോൺസ്റ്റൻ്റ് ആവശ്യമില്ല. കാരണം നമ്മളവിടെ ആകെ ചോദിച്ചിരിക്കുന്നത് എക്സ് റേസ് ടു 8 എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിനെ മാറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്തു, എക്ക് മാക്സിമം പവർ കൊടുത്ത് ഫസ്റ്റ് ടേം എഴുതി 20. അവിടെ 1/a എഴുതേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ പവർ 0 ആണ്. രണ്ടാമത്തെ ടേമിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് ടേമിൻ്റെ ഒരു പവർ കുറച്ചു, രണ്ടാമത്തെ ടേമിന് ആ ഒരു പവർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള രണ്ടാമത്തെ ടേം 1/a എന്ന് എഴുതി. അടുത്ത ടേമിൽ എന്ത് ചെയ്തു, എയുടെ പവർ ഒരെണ്ണം കുറച്ചു, 1/aയുടെ പവർ കൂട്ടി. അടുത്തതിൽ ഇവിടെ ഡിക്രീസ് ചെയ്തു, ഇവിടെ ഇൻക്രീസ് ചെയ്തു, അങ്ങനെ എഴുതിപ്പോയി. ഓക്കെ, സോ ഇനി ചെക്ക് ചെയ്യുക, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ എപ്പോഴാണ് എക്ക് 8 എന്നുള്ള പവർ വരുന്നത്. എ എന്നുള്ളത് ആക്ച്വലി 2x ആണ്. സോ എക്ക് 8ൻ്റെ പവർ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എക്സിനും 8ൻ്റെ പവർ വന്ന് കാണണം, റൈറ്റ്. സോ എ റേസ് ടു 14 ഇൻറ്റു 1/a റേസ് ടു 6 ചെയ്യുമ്പോഴാണ് ഇവിടെ എക്ക് 8 എന്നുള്ള പവർ ആക്ച്വലി കിട്ടുന്നത്, റൈറ്റ്. സോ കൗണ്ട് ചെയ്യുക 1 2 3 4 5 6 ആൻഡ് 7. ഞാൻ 7th ടേം വരെ എഴുതിയിട്ടുള്ളൂ കാരണം എനിക്ക് അവിടെ ആൻസർ അവിടെ തന്നെ വരുന്ന കാരണം. സോ 7th ടേമിലാണ് നമുക്ക് എ റേസ് ടു 8 എന്നുള്ള പവർ ഇവിടെ വരുന്നത്. അതായത് 2x റേസ് ടു ഹോൾ റേസ് ടു 8 എന്നുള്ളത് ആ ഒരു 7th ടേമിലാണ് വരിക. സോ മൈ ആൻസർ ഇസ് 7th ടേം. ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NCR ടേംസ് എല്ലാം തന്നെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. കാരണം ഇവിടെ പവർ വെച്ച് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോഎഫിഷ്യൻസിൻ്റെ ആവശ്യമില്ല. ഇനി കോഎഫിഷ്യൻസ് വെച്ചുള്ള വേറൊരു ചോദ്യം നോക്കാം. ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x + 3 ഹോൾ റേസ് ടു 8s. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x + 3 ഹോൾ റേസ് ടു 8s. അപ്പോൾ ഇത് ഇവിടെ എവിടെയാണ് വരിക അങ്ങനെയൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോഎഫിഷ്യൻസ് തന്നെ ആവശ്യമാണ്. അപ്പോൾ നമുക്കതൊന്ന് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഒരു ജനറൽ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുക. സോ x + 3 ഹോൾ റേസ് ടു 8 അതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഞാൻ എന്ത് ചെയ്തു, എക്സിന് അതിൻ്റെ അപ്പം നമ്മൾ പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ a + x ഹോൾ റേസ് ടു n ആണ് അല്ലേ. അപ്പോൾ അതിനെ ഞാനൊന്ന് മാറ്റിയിട്ട് 3 + x ഹോൾ റേസ് ടു 8 എന്നാക്കി. നമ്മൾ പഠിച്ച രീതിക്ക് തന്നെ ചെയ്യാം. അപ്പോൾ 3ക്ക് അതിൻ്റെ മാക്സിമം പവർ ആദ്യം കൊടുത്തു. എക്സിൻ്റെ പവർ 0 ആയത് കാരണം ഞാൻ എഴുതിയില്ല. പ്ലസ് അടുത്ത ടേമായ NC1 എന്നെനിക്ക് മാർക്ക് ചെയ്യണം, റൈറ്റ്. ആൻഡ് ദെൻ എന്ത് ചെയ്യണം, 3യുടെ പവർ ഒരെണ്ണം കുറച്ചു, 3 റേസ് ടു 7 ആക്കി. എക്സിൻ്റെ പവർ ഒരെണ്ണം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പ്ലസ് NC2 3യുടെ പവർ സബ്ട്രാക്ട് ചെയ്തു, എക്സിൻ്റെ പവർ ഇൻക്രീസ് ചെയ്തു. ദെൻ അടുത്ത ടേം പ്ലസ് NC3 ഇൻറ്റു 3 റേസ് ടു 5i x cube I, right, and then plus NC4 into 3യുടെ പവർ 4i എക്സിൻ്റെ പവറും 4i പ്ലസ് NC5 into 3 റേസ് ടു 3 x റേസ് ടു 5, റൈറ്റ്. അവിടെ വരെ എഴുതിയാൽ മതി കാരണം എനിക്ക് വേണ്ടത് x റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, സോ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദാറ്റ്. എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാന്നുള്ളത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ NC5 ഇൻറ്റു 3 ക്യൂബാണ് എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കാരണം n വാല്യൂ എന്നുള്ളത് 8 ആണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റനിലുണ്ട്, വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സോ 8C5 ഇൻറ്റു 3 റേസ് ടു 3 വിച്ച് ഇസ് 27. സോ ഇഫ് യു ഡു ദാറ്റ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r എന്ന് എടുക്കുമ്പോൾ 3 ഫാക്ടോറിയൽ, r ഫാക്ടോറിയൽ ഇസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 27. അപ്പം ഫാക്ടോറിയൽ ചെയ്യാൻ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനത് പറഞ്ഞു പോയില്ല. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 8 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു അപ് ടു 8, റൈറ്റ്. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8
the whole divided by 1 into 2 into 3 multiplied by 1 into 2 into 3 into 4 into 5 into 27. സോ ഇതിൽ ഇത്രയും ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ 2 into 3 that is 6, ഇവിടെയും ഒരു 6 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ഫാക്ടോറിയൽ ചെയ്ത് പോവാം. 7 into 8 that is 56 into 27 and that will give you answer as 1512. Done? So hope you got that. 1512. So ഇത്തരത്തിലാണ് നമ്മൾ ഒരു എക്സ്പാൻഷൻ്റെ ഒരു പെർട്ടിക്കുലർ ടേം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പവർ എക്സ് വാല്യൂവിൻ്റെ പവർ വെച്ച് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുക. ഇനി ഈ രീതിയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി അഡോപ്റ്റ് ചെയ്ത് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. നമ്മൾ ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനെ വളരെ ക്രിട്ടിക്കലായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ആ രീതിയിൽ പറയുമ്പോൾ സോറി, ഇവിടെ എക്സിൻ്റെ പവർ 5 ആണ് അല്ലേ, എക്സ് ടു ദ പവർ 5ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ എക്സ്പാൻഷൻ്റെ അകത്ത് എക്സിൻ്റെ പവർ 5 ആവുമ്പോൾ എൻ്റെ പവർ, ഓക്കെ സോറി, എൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി a raised to n minus 5. Then I am writing it here. x raised to 5 ആണ് നമുക്ക് വേണ്ടത്. എൻ്റെ പവർ ഇവിടെ എക്സിൻ്റെ പവർ 5 ആവുമ്പോൾ ദാറ്റ് വിൽ ബി n minus 5. കറക്റ്റ് അല്ലേ? അതേപോലെ നമ്മുടെ കോഎഫിഷ്യൻ്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ്റെ ടേമായ NCR എന്നുള്ള ടേം എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് 8 ആണ്, സി എന്നുള്ളത് നമുക്ക് അതേപോലെ എഴുതാം. ഇവിടെ ആർ എന്നുള്ളതിന് പകരം ഇവിടെ n-5 ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 ഹിയർ. ഡൺ. സോ ദിസ് ഈസ് എ കോമൺ ഐഡൻറ്റിറ്റി വിച്ച് യു ക്യാൻ ഫോളോ. കാരണം ഇത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഫുൾ എക്സ്പാൻഷനും എഴുതി പോവാതെ തന്നെ ആ കോഎഫിഷ്യൻ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ എക്സിൻ്റെ പവർ 5 ആണെങ്കിൽ a raised to n-5 എഴുതുക. ഇവിടെ 8 ആണ്, ഇപ്പോൾ തൽക്കാലം 8 എന്നുള്ളത് എഴുതണ്ട, a raised to n-5 എഴുതുക. ഈ 5 തന്നെ സീൻ്റെ ഇവിടുത്തെ ആർ ടേം ആയിട്ട് കൊടുക്കുക, n ഒബ്വിയസ്ലി 8. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ കോഎഫിഷ്യൻ്റ് 1512 എന്നുള്ള ആൻസർ കിട്ടും, കറക്റ്റായിട്ട് തന്നെ വരും. ഡൺ. സോ അപ്പോൾ ഈ രീതിയിലും ചെയ്യാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ദ തേർഡ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 3 മൈനസ് y ദ ഹോൾ റേസ് ടു 6. ഇവിടെ കോഎഫിഷ്യൻ്റോ അല്ലെങ്കിൽ പവർ വെച്ചുള്ള ചോദ്യമല്ല, ഡയറക്റ്റ്ലി ഏതാണ് ടേം എന്ന് തന്നെ കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമ്മൾ എന്തായാലും എക്സ്പാൻഷൻ വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരിക, അല്ലെങ്കിൽ തെറ്റാതെ തന്നെ നിങ്ങൾക്ക് വാല്യൂ തരിക, അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ ടേം 3യുടെ മാക്സിമം പവർ അല്ലെങ്കിൽ എ എന്നുള്ള ടേമിൻ്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂയുടെ മാക്സിമം പവർ എഴുതി. ദെൻ മൈനസ് NC1, n 6 ആണ്, സോ 6C1. ഇവിടെ മൈനസ് വരാൻ കാരണം a മൈനസ് ബി ആണ്, സോ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ടേം നെഗറ്റീവ് ആയിരിക്കണം. 3യുടെ പവർ ഒരെണ്ണം കുറച്ചു, y എന്നുള്ള അല്ലെങ്കിൽ വേരിയബിൾ എക്സിൻ്റെ വാല്യൂ ഒരെണ്ണം ഇൻക്രീസ് ചെയ്തു, പ്ലസ് NC2. 3യുടെ പവർ കുറച്ചു, വൈയുടെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ പവർ ഇൻക്രീസ് ചെയ്തു, പ്ലസ് എക്സെട്ര. കാരണം എനിക്ക് തേർഡ് ടേം വരെ മതി, തേർഡ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൺ. അപ്പോൾ അതിനകത്ത് 6C2 എക്സ്പാൻഡ് ചെയ്താൽ 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈഡ് ബൈ 3 raised to 4 ഇൻറ്റു y സ്ക്വയർ. സോ അത് നിങ്ങൾ സോൾവ് ചെയ്ത് വരുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1215 ഇൻറ്റു y സ്ക്വയർ. ഓക്കെ, സോ ഈ രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഇത് മൂന്നും PSC എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചോദിക്കാനായിട്ടും. അതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ എളുപ്പവശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പാൻഷൻ ക്രിട്ടിക്കലായിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് പഠിക്കുകയും എവിടെയാണ് ഓരോ കോഎഫിഷ്യൻറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കോഎഫിഷ്യൻറ്റും എങ്ങനെയാണ് ഓരോ ടേംസിൻ്റെ പവറും എന്ന് വരുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ എളുപ്പമായിരിക്കും.